ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളോട് യോജിക്കുന്നുവെന്നും എന്നാൽ ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ടില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉന്നത സഹായികളോട് പറഞ്ഞു. വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് കൂടുതൽ നടപടിയെടുക്കുന്നതിന് മുമ്പ് ഇറാൻ അവരുടെ ആണവ പദ്ധതി നിർത്തുമോ എന്ന് കാത്തിരുന്നു കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ ഒരു സാധ്യതയുള്ള ലക്ഷ്യം ഇറാന്റെ ഫോർഡോ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. അത് ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ നിർമ്മിച്ചതും നശിപ്പിക്കാൻ വളരെ പ്രയാസകരവുമാണ്. ഏറ്റവും ശക്തമായ ബോംബുകൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂവെന്ന് വിദഗ്ധർ പറയുന്നു. ആക്രമിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് ഇങ്ങനെ: ഞാനത് ചെയ്തേക്കാം, ചിലപ്പോൾ ഞാനത് ചെയ്തില്ലായിരിക്കാം. അടുത്ത ആഴ്ച വളരെ സങ്കീർണമാണ്, ഒരുപക്ഷെ ആ ആഴ്ചയിലും കൂടുതൽ നീണ്ടേക്കാം ആക്രമണങ്ങൾ. യാതൊരു നിബന്ധനകളും കൂടാതെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും ട്രംപ് പറയുന്നു. ഇസ്രായേൽ കഴിഞ്ഞയാഴ്ച ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നതിൽ നിന്ന് ഏതാനും ആഴ്ചകൾ അകലെയായിരുന്നുവെന്നും ഇപ്പോൾ വെടിനിർത്തലല്ല പൂർണ്ണ വിജയമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആണവ അഭിലാഷങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഞങ്ങൾ ഒരു വെടിനിർത്തൽ അന്വേഷിക്കുന്നില്ല, ഞങ്ങൾ പൂർണ്ണമായ വിജയം തേടുകയാണെന്ന് ട്രംപ് പറയുന്നു. വീണ്ടും വിജയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആണവായുധമില്ല. വളരെ കാലമായി സെൻസിറ്റീവ് ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രത്തെക്കുറിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ രാജ്യം കീഴടങ്ങില്ലെന്ന് പറഞ്ഞിരുന്നു. ഏതൊരു സൈനിക നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം യുഎസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.